മടങ്ങിയെത്താം. ഇപ്പോൾ അനീസയുടെ സഹോദരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു ശ്രീ അനൂപ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനമൊക്കെ അവർ പറയുന്നുണ്ട്. നേരത്തെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ്യ വളരെ നാൾ മുന്നേ തന്നെ വീട്ടിലിത് അമ്മയോടൊപ്പം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ അമ്മയെ ഞാൻ കോൾ ചെയ്യുമ്പോഴോ അനീഷ്യ കോൾ ചെയ്യുമ്പോഴോ അവൾക്ക് ഈ ഒരു കാര്യം മാത്രമേ എപ്പോഴും പറയാനുള്ളൂ. പക്ഷെ ജോലി സ്ഥലത്ത് നിന്ന് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ്. ഇത് വളരെ മെല്ലെ മെല്ലെ ഡെവലപ്പായി ലാസ്റ്റ് മൊമെന്റ് ഒരു അറ്റക്കൈ എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യേണ്ടി വരികയാണ് ഇതുണ്ടായത്. അപ്പോൾ ജോലിസ്ഥലത്തെ ഈ പ്രശ്നങ്ങൾ തന്നെയാണ് അനീഷയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണോ നിങ്ങൾ കുടുംബം പറയുന്നത്? തീർച്ചയായും. കാരണം ഞാൻ എല്ലാ ദിവസവും കൃഷി വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിലെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അനീഷ്യ വളരെ നാളുകളായിട്ട് ഇത് മാനസികമായിട്ട് ഈ പ്രഷർ, സീനിയർ ഓഫീസേഴ്സിന്റെ ഇത് സഹിച്ചു കൊണ്ടുവരികയാണ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷണൽ ടേംസ് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷെ ഇത് മെല്ലെ മെല്ലെ ഡെവലപ്പായി ഒരു എക്സ്ട്രീം കേസിൽ അവര് കക്ഷിയെ കോർണർ ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. വളരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. വളരെ ആക്ഷേപിച്ചു ജൂനിയേഴ്സിന്റെ ഒക്കെ മുന്നിൽ വെച്ച്. അതിന്റെ ഒരു ഇമ്പാക്ട് എന്നോളം കക്ഷി എക്സ്ട്രീമായിട്ട് ഇത് ചെയ്ത ഒരു സംഭവമായിട്ട് ആണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുഭവം ചോദിക്കുന്നതുകൊണ്ടൊന്നും കരുതരുത്, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ പല തവണ അമ്മയോടും താങ്കളോടും ഒക്കെ തന്റെ വിഷമം അനീഷ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സൂചന അങ്ങനെ എന്തെങ്കിലും അനീഷയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? അനീഷയുടെ ഭാഗത്തു നിന്ന് വളരെ ഡിസപ്പോയിന്റ് ആയിട്ടുള്ള ഇങ്ങനെ വാക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഞാൻ അമ്മയായിട്ട് സംസാരിക്കാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കക്ഷിയുടെ ഈ ഭർത്താവിനെ, അതായത് എന്റെ അളിയനെ, കക്ഷി ജഡ്ജാണ്, കക്ഷിയെ വിളിച്ചത് പറയാറുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴെല്ലാം കക്ഷി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് സമാധാനമായിട്ട് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാം, ടൈമെടുത്ത് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു നിലപാടിലായിരുന്നു കക്ഷിയും അത് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഓളപ്പ് സഡൻ ഒരു 19th കഴിഞ്ഞ 19th എന്തോ ഇവരുടെ ഒരു ഓഫീസിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എക്സാക്ട്ലി അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കറക്റ്റ് അറിയില്ല. ഒരു വിവരാവകാശ കമ്മീഷനോ സംതിങ് അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഇവരുടെ സീനിയറും ജൂനിയറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി. അതിലെന്തോ ഒരു വളരെ വളരെ തീവ്രമായിട്ട് കക്ഷിക്ക് എഫക്റ്റ് ആവുന്ന രീതിയിൽ ഒരു ഇൻസിഡന്റ് ഇവരുടെ സീനിയർ ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്ന് DDP എന്ന റാങ്കുള്ള ഓഫീസറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ ഭയങ്കര മനസ്സിന് ആഘാതം സംഭവിച്ച് പെട്ടെന്ന് വീട്ടിൽ വന്ന് ചെയ്തതാണ്. അതെ, ആ വാട്സാപ്പ് സന്ദേശങ്ങളിലൊക്കെ നമുക്ക് അവർ എത്രത്തോളം സങ്കടത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണ സംഘം നിങ്ങളെ സന്ദർശിക്കുകയോ കൂടുതൽ ചോദ്യം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പോലീസ് ഇനിഷ്യൽ സ്റ്റേജിലുള്ള കേസ് തെളിവുകൾ പോലീസിനൊരു സൂയിസൈഡ് നോട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ 19 പേജുള്ള. അപ്പോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവരുടെ ജനറൽ ഇൻക്വയറിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്ന് എന്താണ് റിസൾട്ട് വരുന്നതെന്ന് നമുക്കറിയില്ല. എന്നാലും ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത സ്ഥിതിക്ക് എന്റെ അനീഷ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു നഷ്ടം തന്നെയാണ്. ഇത് മറ്റുള്ളവർക്കും ഇതൊരു ഈ ജോലി സ്ഥലങ്ങളിൽ ഒരു സ്ത്രീ ഓഫീസേഴ്സ് സഹിക്കേണ്ടി വരുന്ന ഇത് പലയിടത്തും ചർച്ചയാവുന്നില്ല. മറ്റൊരു ഇതേപോലൊരു ഇൻസിഡന്റ് ഉണ്ടാവരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അത് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അനീഷയും അങ്ങനെ ചെയ്തത്, ആ നോട്ട് എഴുതി വെച്ചത്. ഇത് റിപ്പീറ്റഡ് ആവാൻ പാടില്ല. ഈ അനീഷയുടെ ലൈഫിൽ സംഭവിച്ചത് മറ്റൊരു സ്ത്രീക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് എന്റെ വീട്ടുകാര്, അച്ഛന്, ഇവര് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഇതിനെ നോക്കിക്കാണുന്നു. ഇതിൽ നിന്ന് തക്കതായ ഒരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഫർദർ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ സഹായം തേടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുക തന്നെ ചെയ്യും.